നമസ്കാരം. കർക്കിടക മാസമായാൽ രാമായണ മാസമായി. നാലമ്പല ദർശനങ്ങളുടെ തുടക്കവുമായി. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ രാമമംഗലം പഞ്ചായത്തിൽ പിറവത്തിന് സമീപം മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് നാലമ്പല ദർശനത്തിന്റെ തുടക്കം ഇവിടെ നിന്നാകാം. ഈ ക്ഷേത്രത്തിലെ ശ്രീരാമൻ സാധാരണ രാജകുമാരന്റെ രൂപത്തിലല്ല, ചതുർഭുജ വിഷ്ണു സ്വരൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശംഖും ചക്രവും ഗദയും താമരയും ധരിച്ച കിഴക്കോട്ട് ദർശനമായുള്ള ഈ പ്രതിഷ്ഠ കേരളത്തിലെ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ അപൂർവമാണ്. ഉപപ്രതിഷ്ഠകളായി ഹനുമാൻ സ്വാമി, ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, ദുർഗാദേവി, സർപ്പക്കാവ് എന്നിവയുമുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീനൂട്ട്. ഭക്തർ ക്ഷേത്രത്തോട് ചേർന്നുള്ള മൂവാറ്റുപുഴയാറിലെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാണ് ഈ വഴിപാട്. ക്ഷേത്രത്തിൽ അമ്പ്, വില്ല്, പാൽപായസം എന്നിവയ്ക്കൊപ്പം മീനൂട്ടും പ്രധാന ഒരു വഴിപാടായി നടത്തപ്പെടുന്നു. ഈ മീനൂട്ട് വഴിപാട് നടത്തിയാൽ കുടുംബസമാധാനം, മനഃശാന്തി, വിഘ്നങ്ങൾ നീങ്ങും, ഐശ്വര്യം ലഭിക്കും എന്നൊക്കെയാണ് ആൾക്കാരുടെ വിശ്വാസം. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, രാമായണ ഐതിഹ്യവും കേരളത്തിന്റെ ആത്മീയ പൈതൃകവും ജീവിക്കുന്ന ഒരു പുണ്യഭൂമിയാണ്. ചരിത്രവും വിശ്വാസവും പ്രകൃതി സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ ദിവസേന ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ എത്തിയ ശേഷം ഭക്തർ മേമുറി ഭരതസ്വാമി ക്ഷേത്രം, അത് കഴിഞ്ഞ് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അവസാനം നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും തൊഴുത ശേഷം തിരിച്ച് ഇവിടേക്ക് തന്നെ വരണമെന്നാണ് വിശ്വാസം. അമ്പ് സമർപ്പണം, വില്ല് സമർപ്പണം, പാൽപായസ നിവേദ്യം, മീനൂട്ട്, ഹനുമാന് ഗദ സമർപ്പണം, അന്നദാനം എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. പുലർച്ചെ മുതൽ കർക്കിടക മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം തേടി ഈ പുണ്യക്ഷേത്രത്തിൽ എത്തുന്നു. ക്ഷേത്രം വക പാടശേഖരത്തിൽ നിന്ന് ലഭിക്കുന്ന അരിയും ഗോശാലയിൽ നിന്ന് ലഭിക്കുന്ന പാലുമാണ് ഇവിടെ പാൽപായസത്തിനായി സ്ഥിരം ഉപയോഗിക്കുന്നത്. ഇന്നത്തെ നാലമ്പല യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാകാം. നാലമ്പല യാത്രയിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ശ്രീരാമനോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെയും സഹോദര ഭക്തിയുടെയും പ്രതീകമായ ഭരതന് സമർപ്പിച്ച അപൂർവ ക്ഷേത്രം, അതാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ചരിത്രവും ഐതിഹ്യവും ഭക്തിയും ഒത്തുചേരുന്ന ഈ ക്ഷേത്രമാണ് നാലമ്പലത്തിൽ രണ്ടാമത്തേത്. എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള മേമുറി ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ നാലമ്പല യാത്രയിൽ രണ്ടാമത്തെ ക്ഷേത്രം, ഭരതന് സമർപ്പിച്ച കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന്. കർക്കിടക മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെയും എത്തിച്ചേരുന്നത്. ഇവിടെ കർക്കിടക മാസത്തിലെ പ്രധാന വഴിപാടുകളായി സ്വർണ്ണ ഔഷധ സേവയും മെതിയടി സമർപ്പണവും നടത്തപ്പെടുന്നു. ഗണപതി, ശിവൻ, ഹനുമാൻ, ഭദ്രകാളി, അയ്യപ്പൻ, ലക്ഷ്മണൻ, നാഗദൈവങ്ങൾ, ദുർഗാദേവി, യക്ഷിയമ്മ തുടങ്ങിയവർ ഉപപ്രതിഷ്ഠകളായിട്ടുമുണ്ട്. മറ്റു പ്രധാന വഴിപാടുകളായി അർച്ചനയും പാൽപായസവും നെയ്വിളക്കും പുഷ്പാഞ്ജലിയും നടത്തപ്പെടുന്നു. ശ്രീരാമന്റെ വനവാസകാലത്ത് അയോധ്യയുടെ രാജ്യം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഭരതൻ ശ്രീരാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വച്ച് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായാണ് രാജ്യം ഭരിച്ചത്. സഹോദര സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും പ്രതീകമായ ഭരതസ്വാമിയുടെ ഈ ക്ഷേത്രമാണ് നാലമ്പല ദർശനത്തിൽ രണ്ടാമത്തേത്. നാലമ്പല യാത്രയിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ മുളക്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ശ്രീരാമന്റെ നിഴലായി ജീവിതം മുഴുവൻ
ധർമ്മത്തിന്റെ പാതയിൽ നടന്ന ലക്ഷ്മണന് സമർപ്പിച്ച അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. അതാണ് എറണാകുളം ജില്ലയിലെ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ശ്രീരാമന്റെ അനുജനും അനന്യഭക്തനുമായ ലക്ഷ്മണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കർക്കിടക മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ദർശനത്തിനായി എത്തുന്നു. 14 വർഷത്തെ വനവാസത്തിൽ ശ്രീരാമനെയും സീതാദേവിയെയും ഒരിക്കലും വിട്ടുപോകാതെ കാവൽക്കാരനായി നിന്നത് ലക്ഷ്മണനാണ്. ഉറക്കം പോലും ഉപേക്ഷിച്ച് സഹോദരനു വേണ്ടി ജീവിതം സമർപ്പിച്ച ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ്. ആ മഹത്വത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ക്ഷേത്രം. ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നാലമ്പല യാത്രയുടെ ഭാഗമായി ഭക്തർ കൂടുതലായി നടത്തപ്പെടുന്ന വഴിപാടുകൾ പാൽപായസവും നെയ്വിളക്കും കദളിപ്പഴ നിവേദ്യവും കൂട്ടുപായസവും അർച്ചനയും പുഷ്പാഞ്ജലിയും അഭിഷേകവുമാണ്. കർക്കിടക മാസത്തിൽ മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. നാലമ്പല യാത്രയുടെ ഭാഗമായി പുലർച്ചെ മുതൽ തന്നെ ഭക്തരുടെ നീണ്ട നിരയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ലക്ഷ്മണസ്വാമിയുടെ സന്നിധിയിൽ കർക്കിടക മാസത്തിലെ ഈ ദർശനം ഭക്തർക്ക് ആത്മീയമായ ഒരു അനുഭവമാണ്. എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ക്ഷേത്രം ഇതാണ്, മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. നാലമ്പല യാത്രയുടെ നാലാമത്തെ ക്ഷേത്രമാണ് നെടുങ്കാട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ശ്രീരാമന്റെ ഇളയ സഹോദരനും ധർമ്മത്തിന്റെ കാവൽക്കാരനുമായ ശത്രുഘ്നന് സമർപ്പിച്ച അപൂർവ ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ നാലമ്പല യാത്രയിലെ നാലാമത്തേതും അവസാനത്തേതുമായ പുണ്യസ്ഥലമായ നെടുങ്കാട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രമാകാം ഇന്നത്തെ നാലാമത്തെ ക്ഷേത്രം. കർക്കിടക മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത്. കർക്കിടക മാസത്തിലെ ശത്രുഘ്നസ്വാമിക്കുള്ള ഒരു പ്രധാന വഴിപാടാണ് ചക്ര സമർപ്പണം. ഭഗവാന് സമർപ്പിച്ച ചക്രം ഭക്തരുടെ കയ്യിൽ തിരികെ നൽകി നമുക്ക് വീട്ടിൽ വയ്ക്കാൻ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഐതിഹ്യം അനുസരിച്ച് ഭരതനോടൊപ്പം ശ്രീരാമനെ തിരികെ കൊണ്ടുവരാൻ പുറപ്പെട്ട ശത്രുഘ്നൻ യാത്രാമധ്യേ കൂട്ടത്തിൽ നിന്ന് വേർപെട്ടെത്തിയ സ്ഥലമാണ് ഇന്നത്തെ നെടുങ്കാട്. പിന്നീട് ആ സ്മരണയ്ക്കായാണ് ഇവിടെ ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം. ഇന്നത്തെ ക്ഷേത്രം നാലാമത്തേത് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഈ നാലമ്പല ദർശനം കഴിഞ്ഞ് ഭക്തർ വീണ്ടും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തി ശ്രീരാമനെ ഒരിക്കൽ കൂടി ദർശിച്ചാണ് നാലമ്പല യാത്ര പൂർത്തിയാക്കുന്നത്. ശ്രീരാമനിൽ ആരംഭിച്ച് ശ്രീരാമനിൽ തന്നെ അവസാനിക്കുന്ന ഈ പുണ്യയാത്രയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനത്തിന്റെ പ്രധാന പ്രത്യേകത. ഈ സമാപന ദർശനത്തിലൂടെയാണ് നാലമ്പല യാത്രയ്ക്ക് ആത്മീയമായ പൂർണ്ണത ലഭിക്കുന്നത്. ദർശനം പൂർത്തിയാക്കി എത്തുന്ന ഭക്തർക്ക് പ്രത്യേക അന്നദാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ സമർപ്പിക്കുന്നത്.